പുതിയ മുഖ്യമന്ത്രിക്കായുള്ള കേരള ജനതയുടെ കാത്തിരിപ്പ് 10ാം ദിവസത്തിലേക്കാണ് നീളുന്നത്. മെയ് 4-ാം തീയതി തെരഞ്ഞെടുപ്പ് ഫലം വന്ന് ഇന്നേ ദിവസം വരെ കേരളം ഏറ്റവും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് തങ്ങളുടെ പുതിയ മുഖ്യമന്ത്രി ആരാകും എന്നറിയുവാനാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡിന് എന്നാൽ ഇതുവരെയും ഈ ഒരു വിഷയത്തിൽ അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുവാനും സാധിച്ചിട്ടില്ല. സംസ്ഥാനത്തെ 3 പ്രമുഖ നേതാക്കൾ ഒരുപോലെ തന്നെ മുഖ്യമന്ത്രി പദവിയിലേക്ക് അവകാശവാദം ഉന്നയിക്കുന്നതാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ വിഷമവൃത്തത്തിലാക്കിയിരിക്കുന്നത്. പാർലമെൻ്ററി പാർട്ടിയുടെ അംഗബലത്തിൻ്റെ പിന്തുണയുടെ കാര്യത്തിലും KPCC ഭാരവാഹികളുടെ പിന്തുണയുടെ കാര്യത്തിലും AICC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാലിന് മൃഗീയ ആധിപത്യം നേടിയെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ പൊതുജനവികാരവും സമൂഹ മാധ്യമങ്ങളുടെ മുറവിളിയുമാണ് VD സതീശന് അനുകൂലമാകുന്ന ഘടകങ്ങൾ. പാർട്ടിയിലെ സീനിയോരിറ്റിയും സമവായ മുഖ്യമന്ത്രിയാകുവാനുള്ള സാധ്യതകളുമാണ് രമേശ് ചെന്നിത്തലയ്ക്ക് മുമ്പിൽ ഇപ്പോഴും തുറന്നിരിക്കുന്നത്. ഇന്നലെ ഒരു ഘട്ടത്തിൽ AK ആൻ്റണി എന്ന മുതിർന്ന നേതാവ് മുന്നോട്ട് വെച്ച സമവായ ഫോർമുല രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ളവർ അംഗീകരിച്ചിരുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതായത് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകുക, VD സതീശൻ സുപ്രധാന വകുപ്പുകളോടെ ക്യാബിനറ്റിൽ അംഗമാകുക, KC വേണുഗോപാൽ അനുകൂലികൾക്ക് കൃത്യമായ പ്രാതിനിധ്യം മന്ത്രിസഭയിൽ ഉറപ്പാക്കുക എന്ന നിർദ്ദേശമാണ് ആൻ്റണി മുന്നോട്ട് വെച്ചതെന്നായിരുന്നു കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് പുറത്തു വന്ന സൂചന. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ വീണ്ടും മാറി മറിയുന്നു എന്നാണ് രാഷ്ട്രീയ നീക്കങ്ങൾ വ്യക്തമാക്കുന്നത്. ഇവിടെ ഏറ്റവും നിർണായകമാകുന്നത് മുസ്ലിം ലീഗ് എന്ന ഘടകകക്ഷിയുടെ നിലപാടാണ്. മുസ്ലിം ലീഗിൻ്റെ നിലപാടുകളെ ഒറ്റയടിക്ക് തള്ളിക്കളയുവാൻ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിനോ ദേശീയ നേതൃത്വത്തിനോ കഴിയുകയില്ല. ഏറ്റവും വലിയ പ്രതിസന്ധികളുടെ കാലത്ത് പാറ പോലെ UDFനൊപ്പം ഉറച്ചു നിന്ന പാർട്ടിയാണ് ലീഗ് എന്നത് മാത്രമല്ല, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലീഗിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ മുസ്ലിം വോട്ടുകൾ ഏകീകൃതമായി UDF പാളയത്തിലേക്ക് എത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചിരുന്നു. 2021 LDFന് അനുകൂലമായി പോൾ ചെയ്യപ്പെട്ട ന്യൂനപക്ഷ വോട്ടുകളാണ് ഇത്തരത്തിൽ UDFിലേക്ക് ഒഴുകിയെത്തിയതും സ്വപ്നതുല്യമായ വിജയം UDFന് നേടിയെടുക്കുവാൻ സാഹചര്യമൊരുക്കിയതും. അതിനാൽ തന്നെ മുസ്ലിം ലീഗിൻ്റെ നിലപാടുകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുവാവുന്ന ഒരു പരിതസ്ഥിതിയിലല്ല കോൺഗ്രസ് നേതൃത്വം എന്നതും വസ്തുതയാണ്. അതുപോലെ ലീഗ് വളരെ നിഷ്പക്ഷമായി പറഞ്ഞ നിലപാടുകളെ വളച്ചൊടിച്ചുകൊണ്ട് ലീഗ് നേതാക്കളെ കടന്നാക്രമിക്കുന്ന രീതിയിൽ ചില കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായുള്ള പ്രതികരണങ്ങളും ലീഗിൻ്റെ മുറിവേൽപ്പിച്ചിട്ടുണ്ട് എന്നതും വസ്തുതയാണ്. ഇവിടെ മാത്യു കുഴൽനാടനെ പോലൊരു നേതാവ് പറഞ്ഞ പക്വപരമായ അഭിപ്രായമല്ല ലീഗിന് അഭിപ്രായ ഭിന്നതയുണ്ടാകുവാനുള്ള കാരണം. നേരെ മറിച്ച് ഇന്നലെ ഡൽഹിയിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ MM ഹസനെ പോലൊരു മുതിർന്ന നേതാവ് ലീഗിന് ഈ വിഷയത്തിൽ എന്ത് കാര്യം എന്ന നിലയിൽ നടത്തിയ പ്രതികരണം ലീഗിനെ സംബന്ധിച്ച് വലിയ പ്രകോപനവും ആയിട്ടുണ്ട്. ഏതൊക്കെയാണെങ്കിലും ഈ ഘട്ടത്തിൽ അതിനാൽ തന്നെ ലീഗ് വളരെ നിർണായകമായ ഒരു നിലപാട് കൈക്കൊണ്ടിട്ടുണ്ട്. അത് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് അറിയുവാൻ കഴിയുന്നത്. ഇന്ന് പാണക്കാട് തങ്ങളുടെ വീട്ടിൽ, ഹൈദരലി തങ്ങളുടെ വീട്ടിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു അടിയന്തര നേതൃയോഗം കൂടിച്ചേർന്നിരുന്നു. ലീഗ് മന്ത്രിമാരെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്താനാകും ഈ യോഗമെന്ന നിലയിലായിരുന്നു കാര്യങ്ങളെ രാഷ്ട്രീയ വൃത്തങ്ങൾ വിലയിരുത്തിയത്. എന്നാൽ ഇത്തരം ചർച്ചകളിലേക്കൊന്നും കടക്കാതെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് തന്നെയാണ് ഈ യോഗത്തിൽ പ്രാധാന്യം ലഭിച്ചതെന്നാണ് ഈ യോഗത്തിന് ശേഷം പുറത്തു വന്ന് PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ നടത്തിയ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. കുഞ്ഞാലിക്കുട്ടി പ്രധാനമായും 2 കാര്യങ്ങളാണ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. അതിൽ ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കട്ടെ, അതിനുശേഷം തങ്ങളുടെ നിലപാട് പറയാം എന്ന കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണമാണ്. രണ്ടാമതായി കുഞ്ഞാലിക്കുട്ടി നടത്തിയത് ഏറെ പ്രാധാന്യമർഹിക്കുന്ന മറ്റൊരു പ്രതികരണമാണ്. PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് ഈ ഒരു വിഷയത്തിൽ അന്തിമമായ തീരുമാനമെടുക്കുവാൻ പണക്കാട് ശിഹാബ് തങ്ങളെ ലീഗ് നേതൃത്വം പരിപൂർണമായി അധികാരപ്പെടുത്തി എന്ന പ്രതികരണമാണ്. അതായത് നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നതിന് ശേഷം VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനായി ഏറ്റവും അധികം വാദിച്ചത്, പരസ്യമായി പ്രതികരണങ്ങൾ നടത്തിയത് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെയാണ്. മുഖ്യമന്ത്രിയെ കോൺഗ്രസ് നിശ്ചയിക്കുമ്പോൾ അത് അംഗീകരിക്കുമെന്നല്ല ലീഗ് പറയുന്നത്, നേരെ മറിച്ച് തങ്ങളുടെ നിലപാട് അപ്പോൾ പറയാമെന്നാണ്. അതുപോലെ തന്നെ സതീശന് വേണ്ടി ഏറ്റവും വോക്കലായി പ്രതികരിച്ച പാണക്കാട് തങ്ങളെ ഈ വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കുവാൻ നേതൃത്വം ചുമതലപ്പെടുത്തി എന്ന് പറയുമ്പോഴും കൃത്യമായ സന്ദേശം തന്നെയാണ് അത് കൈമാറുന്നത്. ലീഗിൻ്റെ ഈ പരസ്യ പ്രതികരണം, അതായത് അവസാന മണിക്കൂറിലുള്ള ലീഗിൻ്റെ ഈ പരസ്യ പ്രതികരണം സതീശൻ ക്യാമ്പിന് വല്ലാത്ത ഒരു ആത്മവിശ്വാസം പകർന്നു നൽകുന്നുണ്ട്.
പ്രഖ്യാപനം വരുമെന്ന് വിലയിരുത്തുന്ന ഇന്നേ ദിവസം വി.ഡി. സതീശൻ ആലുവയിലെ വീട്ടിൽ തന്നെ തുടരുകയാണ്. ധാരാളം പ്രവർത്തകരും അദ്ദേഹത്തിനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന നേതാക്കളും സതീശൻ്റെ വീട്ടിലേക്ക് ഇപ്പോൾ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം കോൺഗ്രസ് ഹൈക്കമാൻഡ് കൃത്യമായി വിലയിരുത്തുന്നുണ്ടെന്നും നിരീക്ഷിക്കുന്നുണ്ടെന്നുമുള്ള റിപ്പോർട്ടുകളും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ലീഗിൻ്റെ നിലപാട് പോലെ തന്നെ സതീശന് അനുകൂലമാകുന്ന മറ്റൊരു ഘടകമെന്ന് പറയുന്നത് VM സുധീരൻ ഹൈക്കമാൻഡിന് മുന്നിൽ സ്വീകരിച്ചിട്ടുള്ള പരസ്യ നിലപാടാണ്. ജനഹിതം അറിഞ്ഞുകൊണ്ട് മാത്രമേ ഒരു തീരുമാനമെടുക്കാവൂ എന്ന കൃത്യമായ സന്ദേശമാണ് സുധീരൻ നേതൃത്വവുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ പങ്കുവച്ചത്. VM സുധീരനാണ് ഇന്നലെ കേരളത്തിൽ നിന്നെത്തിയ കോൺഗ്രസ് നേതാക്കളിൽ ഏറ്റവും അവസാനമായി ഹൈക്കമാൻഡിനെയും രാഹുൽ ഗാന്ധിയെയും ഖാർഗെയും ഉൾപ്പെടെയുള്ളവരെയും സന്ദർശിച്ചതും തൻ്റെ നിലപാട് വ്യക്തമാക്കിയതും. മറ്റൊരു സുപ്രധാന വിവരമെന്ന് പറയുന്നത് KC വേണുഗോപാൽ ഈ വിഷയത്തിൽ നിർണായകമായ ഒരു നിലപാട് കൈക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. മുഖ്യമന്ത്രി പദവിയെ ചൊല്ലിയുള്ള കലഹത്തിൽ പാർട്ടിയെ ദുർബലപ്പെടുത്തുവാൻ താനില്ല എന്ന നിലപാടിലേക്ക് വേണുഗോപാൽ എത്തിക്കഴിഞ്ഞു എന്നും അറിയുവാൻ കഴിയുന്നുണ്ട്. എല്ലാ കാലത്തും പാർട്ടിക്ക് വേണ്ടി അചഞ്ചലനായി നിലകൊണ്ടിട്ടുള്ള തന്നെപ്പോലൊരാളെ വ്യക്തിഹത്യ ചെയ്യുന്ന നിലയിലേക്ക് കേരളത്തിലെ കോൺഗ്രസിൽ ഒരു വിഭാഗം എത്തിച്ചേർന്നതിലും വേണുഗോപാലിന് ഏറെ ദുഃഖമുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് രാഹുൽ ഗാന്ധിയോടും മല്ലികാർജ്ജുൻ ഖാർഗെയോടും താൻ ഈ മത്സരത്തിൽ നിന്ന് പിന്മാറുന്നു എന്ന നിലപാട് വേണുഗോപാൽ പ്രഖ്യാപിച്ചതായും അറിയുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ KC വേണുഗോപാലിനെ പോലൊരു നേതാവിനെ എല്ലാ പ്രതിസന്ധിയുടെ കാലത്തും രാഹുൽ ഗാന്ധിക്ക് നിഴലായി, രാഹുൽ ഗാന്ധിയുടെ പടത്തലവനായി പാർലമെന്റിനകത്തും പുറത്തും നിലകൊണ്ട ഒരു നേതാവിനെ മുറിവേൽപ്പിച്ചുകൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതിലും കോൺഗ്രസ് ഹൈക്കമാൻഡിന് ചില ബുദ്ധിമുട്ടുകളുണ്ട്. അതിനാൽ തന്നെ ഇപ്പോഴും തൻ്റെ സാധ്യതകൾ സജീവമാണെന്ന് രമേശ് ചെന്നിത്തല വിലയിരുത്തുന്നുമുണ്ട്. ഏതൊക്കെയാണെങ്കിലും ഈ ഘട്ടത്തിൽ നമുക്ക് ഉറപ്പിച്ചു പറയുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. വരാനിരിക്കുന്ന അധികാരം ഏറ്റെടുക്കുവാനിരിക്കുന്ന UDF മന്ത്രിസഭയിൽ നിർണായക പദവിയിൽ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി.ഡി. സതീശൻ ഉണ്ടാകും എന്നതാണത്. അതായത് ഒന്നുകിൽ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകും, ഏറ്റവും ചുരുങ്ങിയ പക്ഷം വി.ഡി. സതീശൻ നിർണായക വകുപ്പുകളുടെ ചുമതല കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായിരിക്കും. ഒരുപക്ഷെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോലും വി.ഡി. സതീശനെ പ്രതിഷ്ഠിക്കുവാൻ കോൺഗ്രസ് നേതൃത്വം നിർബന്ധിതമാകും. വി.ഡി. സതീശന് അനുകൂലമായിരിക്കുന്ന പബ്ലിക് സെന്റിമെന്റ്സ് കണക്കിലെടുക്കാതെ ഒരു ഏകപക്ഷീയമായ തീരുമാനത്തിലേക്ക് പോയാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ അത് കോൺഗ്രസിനും UDFിനും കേരളത്തിൽ വലിയ തിരിച്ചടിയാകും എന്ന കൃത്യമായ തിരിച്ചറിവും റിപ്പോർട്ടുകളും ഹൈക്കമാൻഡിന് മുന്നിൽ ഇതിനോടകം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ ഏറ്റവും കൗതുകകരമായ മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളുടെ പ്രത്യേകമായിട്ടുള്ള ഒരു മനോഭാവമാണ്. നാം ഓർക്കണം, തെരഞ്ഞെടുപ്പിന് ഏറെക്കുറെ ഒരു മാസം മുമ്പ് പൊതുജനങ്ങൾക്കിടയിൽ ഏറ്റവും അവമതിപ്പുണ്ടായിരുന്ന കോൺഗ്രസ് നേതാവായിരുന്നു വി.ഡി. സതീശൻ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അദ്ദേഹം കൈക്കൊണ്ടിട്ടുള്ള പരസ്യ നിലപാടുകൾ തന്നെയായിരുന്നു സതീശനെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ വലിയ അവമതിപ്പുണ്ടാകുവാനുള്ള പ്രധാനപ്പെട്ട കാരണം. എന്നാൽ കാര്യങ്ങൾ എത്ര പെട്ടെന്നാണ് മാറിമറിയുന്നത് എന്ന് ഓർത്തു നോക്കുക. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വന്നതിന് ശേഷം കേരള ജനതയുടെ പൊതുവികാരം പൂർണ്ണമായും വി.ഡി. സതീശന് അനുകൂലമായിട്ടാണ് നിലകൊള്ളുന്നത്. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായി കാണുവാനുള്ള മുറവിളിയാണ് സമൂഹ മാധ്യമങ്ങളിലെങ്ങും ഉയർന്നു കേൾക്കുന്നത്. ഇത്തരത്തിൽ വളരെ വോളറ്റൈലായിട്ടുള്ള രാഷ്ട്രീയ സ്വഭാവം പ്രകടിപ്പിക്കുന്ന കേരള ജനതയ്ക്ക് മുന്നിലേക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് ആരെ തന്നെ മുഖ്യമന്ത്രിയായി അവതരിപ്പിച്ചാലും വി.ഡി. സതീശൻ എന്ന നേതാവിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് അദ്ദേഹത്തെ മുറിവേൽപ്പിക്കാതെയുള്ളൊരു തീരുമാനത്തിലേക്കായിരിക്കും നേതൃത്വം പോകുക എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ വിഷയത്തിൽ ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ അന്തിമമായിട്ടുള്ള പ്രഖ്യാപനം വരുമെന്ന് തന്നെയാണ് കോൺഗ്രസിനോട് അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഈ രാഷ്ട്രീയ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.